ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ട്രെറ്റിനോണിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം, എങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം, എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസേജ്, എന്തൊക്കെയാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ്, ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു അവയർനെസ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കൊണ്ടിരുന്നാൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു ക്രീമാണ്. മെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ട്രെറ്റിനോൺ എന്ന് പറയുന്നത്. ട്രെറ്റിനോൺ ഓൾസോ നമ്മൾ യൂസ് ചെയ്യുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിൻ്റെ പോലെ തന്നെ, അതായത് നമ്മൾ നിയാസിനമൈഡ്, വൈറ്റമിൻ സി, റെറ്റിനോൾ എന്നൊക്കെ തുടങ്ങി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവത്തെ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പാടുമോ ഇല്ലയോ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ. എൻ്റെ ചാനലിൽ ബ്യൂട്ടി, പേഴ്സണൽ കെയർ, സ്കിൻ കെയർ, ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ട്രെറ്റിനോൺ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ്. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ സി, നിയാസിനമൈഡ്, റെറ്റിനോൾ എന്ന് പറയുന്ന പോലെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ട്രെറ്റിനോൺ. ഇത് ഇത്രയും കൂടിയും എന്താ പറയുക, കുറച്ചും കൂടിയും നമുക്ക് എന്താ പറയുക, മറ്റുള്ള സിറത്തിനെക്കാട്ടും കുറച്ചും കൂടി കൂടുതൽ ഫാസ്റ്റായിട്ട് നമ്മുടെ സ്കിന്നിൽ ഇറങ്ങി ചെന്നിട്ട് കുറച്ചും കൂടി ഫാസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട്. ഒരു സിറം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു 1 മന്ത് കൊണ്ട് കിട്ടുന്ന റിസൾട്ട് ഇതൊരു 1 വീക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ട്രെറ്റിനോൺ ഇത്രയ്ക്കും വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാജിക്കൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് ഇതിനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, പിമ്പിൾസ് വന്ന മാർക്സ് ഒക്കെ പോയിട്ട് കൊറിയൻ ഗ്ലാസ് ഗ്ലോ പോലത്തെ സ്കിന്നൊക്കെ കിട്ടാൻ വേണ്ടി ഇതുപോലെയുള്ള പിമ്പിൾസ് ഒക്കെ വന്നിട്ടുള്ള മാർക്സ് ഒക്കെ മാറി നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ പിമ്പിൾസ് ഒക്കെ പോയി അതിൻ്റെ സ്കാർസ് ഒക്കെ പോയിട്ട് നല്ല ക്ലിയർ ഈവൻ കൊറിയൻ ഗ്ലാസ് ഗ്ലോ സ്കിന്നെ പോലെയൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ട്രെറ്റിനോൺ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് പല യൂട്യൂബ് വീഡിയോസിലും റീൽസിലൊക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇതിൻ്റെ കുറച്ച് ഗുണങ്ങൾ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം. ഒരിക്കലും 14 വയസ്സിന് താഴെയുള്ളവർ ട്രെറ്റിനോൺ യൂസ് ചെയ്യാൻ പാടില്ല. ട്രെറ്റിനോൺ എന്ന് മാത്രമല്ല ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ആർക്കൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആക്നെ ഉണ്ട്, നിങ്ങൾക്ക് ഓപ്പൺ പോൾസ് ഉണ്ട്, ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, അതുപോലെ തന്നെ അൺഈവൻ സ്കിൻ ടോൺ ഒക്കെയാണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രെറ്റിനോൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാൽ എപ്പോഴും ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. നമ്മൾ നോർമലി റെറ്റിനോൾ, വൈറ്റമിൻ സി, നിയാസിനമൈഡ് ഒക്കെ നമ്മൾ വെബ്സൈറ്റ് ത്രൂ നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ടല്ലോ, അതുപോലെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് ഒക്കെ ഉണ്ട്. എന്നാൽ അതുപോലെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോൾ ഇവിടേക്ക് പിമ്പിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഒരു ഓയിൻമെൻറ്റ് വാങ്ങി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. മറ്റേ സിറത്തിൻ്റെ ഒക്കെ റേറ്റ് ഒന്നും അത്ര പകുതി പോലും റേറ്റ് ഇല്ലാത്ത സംഭവമാണ് നമ്മുടെ ട്രെറ്റിനോൺ എന്ന് പറയുന്നത് നമ്മുടെ ഓയിൻമെൻറ്റിന്. എന്നാൽ ഇത് നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടും. സ്കിന്നിനെ ഈവൻ ടോൺ ചെയ്യും, നല്ല ഗ്ലോ കിട്ടാനും നമ്മൾ നന്നായിട്ട് വൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമുക്ക് ഈ മാർക്കറ്റിലുള്ളതിലും വെച്ച് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് ഈ ട്രെറ്റിനോൺ എന്ന് പറയുന്നത്. നന്നായിട്ട് സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും പിമ്പിൾസ്, ആക്നെ മാർക്സ്, പോൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ട്രെറ്റിനോൺ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളെ സിറത്തിൻ്റെ പോലെ തന്നെ അതിനെക്കാട്ടും കുറച്ചും കൂടി ഫാസ്റ്റിംഗ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്ന ചെറിയ ചെറിയ മോളിക്കുലാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്കിന്നിലോട്ട് ഇറങ്ങി ചെല്ലാനും ഈ സ്കിന്നിൽ നമ്മുടെ സ്കിന്ന് പൊഴിഞ്ഞു പോകും. അത് നമ്മൾ അറിയുന്ന പോലില്ല, നമ്മുടെ സ്കിന്ന് പൊഴിഞ്ഞു പോയി ഒരു പുതിയ സ്കിന്ന് വരും. അതിനൊരു പീരീഡ് ഉണ്ട്, ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡ് ചില സമയങ്ങളിൽ നമുക്ക് കുറയുമ്പോഴാണ് നമുക്ക് ഈ ആൻറ്റി ഏജിങ്, സ്കിന്നിന് ഡൾനെസ് ഒക്കെ തോന്നുന്നത്. എന്നാൽ ഇത് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിന്ന് പൊഴിഞ്ഞു പോകുന്നത് ഫാസ്റ്റിംഗ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പെട്ടെന്ന് തന്നെ സ്കിന്നിൻ്റെ ആ ഒരു സൈക്കിള് നടക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിൻ്റെ റിന്യൂവൽ പീരീഡ് കൂട്ടുന്നത്, പെട്ടെന്ന് തന്നെ പുതിയ സ്കിന്ന് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രെറ്റിനോൺ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന വഴി നമ്മുടെ സ്കിന്നിൻ്റെ ടോപ്പ് ലെയർ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് നന്നായിട്ട് സൂപ്പറായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ട്രെറ്റിനോൺ. പിന്നെ അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കൊളാജൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും അതുവഴി സ്കിന്നിന് ഗ്ലോ ആൻഡ് സപ്ലൈ ആയിട്ട് വെക്കാനും നമ്മുടെ സ്കിൻ നല്ല യൂത്ത്ഫുൾ ആയിട്ട് യങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അത് നടക്കുന്നത് വഴി നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കുന്ന ആൻറ്റി ഏജിങ് ഒക്കെ മാറ്റി നമ്മുടെ സ്കിൻ എപ്പോഴും യങ് ആയിട്ട്. നമുക്ക് ഏജിങ് കൂടുമ്പോൾ നമ്മൾ ബോളിവുഡ് ആക്ട്രസിൻ്റെ ഒക്കെ സ്കിന്ന് കണ്ടിട്ടില്ലേ, അവരെ കണ്ടു കഴിഞ്ഞാൽ 50-60 വയസ്സാണെന്ന് തോന്നില്ല. ഒരു 30 വയസ്സിൻ്റെ ഒരു ഏജേ അവരുടെ സ്കിന്നിൽ തോന്നുള്ളൂ. ഒരുപാട് ഇതുപോലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് വഴിയാണ് അവരുടെ സ്കിൻ ഇപ്പോഴും യങ് ആൻഡ് യൂത്ത്ഫുൾ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലുള്ള സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ട്രെറ്റിനോൺ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ
ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണം, അയ്യോ ഇതൊന്ന് വാങ്ങി യൂസ് ചെയ്താലോ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ മക്കളെ കേട്ടോളൂ. ഇതിന് കുറച്ചും കൂടി സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൂടി കേട്ടിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണോ വേണ്ടേന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് നമ്മൾ കറക്റ്റ് ആയിട്ടല്ല ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ല ഈ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റു വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഓടി കയറി ചാടി മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഈ ട്രെറ്റിനോൺ ഓയിൻമെന്റ് ചോദിച്ചാൽ അവർ തരും. അത് അങ്ങനെ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 8ന്റെ പണി നമുക്ക് കിട്ടും. നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് എമൗണ്ടിന് യൂസ് ചെയ്യണം. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എത്ര എമൗണ്ട് എടുക്കണം, എത്ര ടൈം യൂസ് ചെയ്യണം, ആഴ്ചയിൽ എത്ര തവണ യൂസ് ചെയ്യണം എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ ഓടിപ്പോയി വാങ്ങിയിട്ട് പെട്ടെന്ന് റിസൾട്ട് വേണമെന്ന് വെച്ചിട്ട് 2 നേരമൊക്കെ വാരിക്ക് ഒരു തയ്ച്ച് കഴിഞ്ഞാൽ 8ന്റെ പണി ഇപ്പോൾ കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു വക സംശയമില്ല. പിന്നെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, ഇത് നമ്മൾ കറക്റ്റ് ആയിട്ടല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്കിന്നിൽ പീൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സ്കിന്ന് നമ്മുടെ പീൽ ചെയ്ത് പോകും. നമ്മുടെ AHA പീൽ അല്ലെങ്കിൽ മറ്റു കെമിക്കൽ എക്സ്ഫോലിയേറ്റിംഗ് പീൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പീൽ ചെയ്യത്തില്ലേ, അതുപോലെ ഒന്നല്ല മക്കളെ. എന്താ പറയുക, സ്കിൻ അങ്ങനെ പറഞ്ഞു പോകും, അത്രേ ഉള്ളൂ. ആകെ കൂടി നടന്ന് വൃത്തികേടായിട്ടുണ്ടാവും. പിന്നെ അത് മാത്രമല്ല നമുക്ക് സ്കിന്നിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഡോക്ടറുടെ കൺസൾട്ടേഷൻ പ്രകാരം യൂസ് ചെയ്യേണ്ട ആ ഒരു എമൗണ്ടിനെക്കാളും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ റെഡ്നെസ് വരാം. റെഡ്നെസ് ഇരുന്ന് അത് സ്കിന്ന് പീൽ ചെയ്ത് പോയിട്ട് പിന്നെ പിഗ്മെന്റേഷൻ, ഡാർക്ക്നെസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇതുപോലുള്ള സൈഡ് എഫക്റ്റ് ഉള്ള സംഭവമാണിത്. ഇതിന്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ പ്രകാരം എല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് വഴി നമുക്ക് സ്കിന്ന് പീലായിട്ട് പോകും. പീലായിട്ട് പോയതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ റെഡ്നെസ് വരും. റെഡ്നെസ് നമ്മൾ സാവധാനം അതൊരു പിഗ്മെന്റേഷനിലേക്ക് മാറും. സ്കിന്നിന്റെ ടോപ്പ് ലെയറിൽ ഡാമേജ് വന്നാൽ പിന്നെ അതൊക്കെ മാറ്റിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എപ്പോഴും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഒരു ക്ലിനിക്കൽ ഡോക്ടർ, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു കോസ്മെറ്റോളജിസ്റ്റിനെ ഒക്കെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞ് എഴുതി തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഈ ട്രെറ്റിനോൾ എന്ന് പറയുന്ന ഈ സംഭവം നമ്മൾ ശരിയായിട്ടല്ല ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിട്ട് ഈവൻ ദോ നമ്മളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്, റിംഗ് ലൈറ്റിൻ്റെ ഒരു ചെറിയ വെട്ടം പോലും നമ്മുടെ സ്കിന്നിനെ പിഗ്മെന്റേഷൻ വരുത്താനായിട്ട്, ഡള്ളാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ ഈ റൂമിലിടുന്ന ട്യൂബ് ലൈറ്റ് പോലും ഇതിനെ ഡള്ളാക്കും. അതുകൊണ്ട് തന്നെ ഈ സംഭവം യൂസ് ചെയ്യുന്നത് രാത്രിയിൽ യൂസ് ചെയ്യുന്നതാണ് സേഫ്. നമ്മൾ കിടന്നുറങ്ങുന്നതിനും തൊട്ട് മുന്നായിട്ട് യൂസ് ചെയ്തിട്ട് നൈറ്റ് സ്കിൻ കെയറിൽ യൂസ് ചെയ്യായിരിക്കും ബെറ്റർ. ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് നോക്കാം. എല്ലാവർക്കും അങ്ങനെ ചാടി കയറി പിഗ്മെന്റേഷൻ ഉണ്ട്, കുരുക്കളുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. പ്രഗ്നൻസി ആയിട്ടിരിക്കുന്ന അമ്മ അല്ലെങ്കിൽ സ്ത്രീകൾ, അതുപോലെ തന്നെ ഫീഡിങ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ നമ്മൾ കൺസീവ് ആവാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ആരും തന്നെ ഈ ട്രെറ്റിനോൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതുമാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി, സിവിയർ ആയിട്ടുള്ള അലർജി ഇഷ്യൂസ് ഉണ്ട്, എന്തിട്ടാലും നമ്മുടെ സ്കിന്ന് സെൻസിറ്റീവ് ആയിട്ട് പിഗ്മെന്റേഷൻ വരിക, റെഡ്നെസ് വരിക, പിമ്പിൾസ് വരിക, അങ്ങനെയൊക്കെ അലർജി ആയിട്ട് ഇരിക്കുന്നവർ, സിവിയർ ആയിട്ടുള്ള അലർജി ഉള്ളവർ, ലിവർ സിറോസിസ്, അതായത് ലിവറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉള്ളവർ, കിഡ്നിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉള്ളവർ, അങ്ങനെയുള്ളവരാരും തന്നെ ഈ ട്രെറ്റിനോൾ യൂസ് ചെയ്യുന്നത് പാടില്ല എന്നാണ് പറയുന്നത്. നമ്മളുടെ ആക്ച്വലി ഈ ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഈ സംഭവം യൂസ് ചെയ്യാനേ പാടില്ല. പക്ഷേ ഈസിലി നമ്മൾ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഇത് വാങ്ങാൻ വേണ്ടി കിട്ടുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് യൂസ് ചെയ്താലും ഡോക്ടർ പറയുന്ന ആ ഒരു ടൈം പീരീഡിൽ മാത്രം യൂസ് ചെയ്യുക. കൺസിസ്റ്റന്റ് ആയിട്ട് വർഷങ്ങളോളം യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിന്നിൽ ഒരുപാട്, നമുക്ക് സ്കിന്നിൽ നിന്നല്ല, നമുക്ക് നമ്മളെ ഉള്ളിലായാലും എന്തെങ്കിലും അവയവങ്ങൾക്കൊക്കെ ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. സംഭവം ഇതൊന്നല്ല, അത്യാവശ്യം ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്നും എടുത്ത് യൂസ് ചെയ്യാൻ പാടില്ല, അതായത് യൂസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാട്ടോ. പിന്നെ റീസെന്റ് ഞാനൊരു വീഡിയോയിൽ കേട്ട ഒരു സംഭവമാണ്, ഈ ട്രെറ്റിനോളിനെ പറ്റി ഞാൻ നിങ്ങൾക്കൊന്നും ഒരു അവയർനെസ് തരണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഗൂഗിളിലായാലും വീഡിയോസൊക്കെ ആയാലും വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടത്. ആളുടെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഡോക്ടർ മെസ്സേജ് അയച്ചതാണ് പേഴ്സണലായിട്ട് ട്രെറ്റിനോളിനെ പറ്റിയല്ല, ഇതുപോലുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്. ആളൊരു കൺസൾട്ടൻ്റ് ആണ്, അതായത് സ്കിന്നിൻ്റെ എന്തോ കൺസൾട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. ആളുടെ അടുത്ത് വന്നിട്ട് ഒരു കുട്ടി ഇങ്ങനെ ആളുടെ കിഡ്നി ഫെയിലിയർ ആയിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കിഡ്നി ഫെയിലിയർ ആയത് എന്ന് നോക്കി, അതൊരു സ്ത്രീ ആയിരുന്നു കേട്ടോ. ആൾ ഡ്രിങ്ക്സ് കഴിക്കത്തില്ല, അങ്ങനെ യാതൊരു വക ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നേ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കിഡ്നി ഫെയിലിയർ ആയതെന്ന് നോക്കിയപ്പം ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെയാണ് ഇതിന് മനസ്സിലായി ആ കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ്, ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്, കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റോ എന്തോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കെരാട്ടിൻ്റെ ഇഫക്റ്റ് പോയി പിന്നാലെ പോയിട്ട് ആ കുട്ടി വീണ്ടും എടുക്കുക, അങ്ങനെ ഒരുപാട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിർത്താണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു മെഡിസിൻ നമ്മളുടെ സെൽസിലോട്ട് ഇറങ്ങി ചെന്നിട്ട് നമുക്ക് നമ്മളുടെ അവയവങ്ങൾക്ക് ഡാമേജ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് ഇപ്പോൾ ക്യാൻസറൊക്കെ വരുന്നൊക്കെ ചില മെഡിസിൻസ്, ചില ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്, സ്കിൻ വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്നത് വഴി ക്യാൻസർ, കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയർ അങ്ങനെയൊക്കെ വരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളത് തന്നെ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള എന്താ പറയുക, ഹാംഫുൾ ആയിട്ടുള്ള നല്ല
ഒരുപാട് ഇതായിട്ടുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാണ്ട് യൂസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ സ്കിന്നിനെക്കാട്ടും ഇമ്പോർട്ടൻസ് നമ്മൾ നമ്മുടെ ഹെൽത്തിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഹെൽത്ത് ഓക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഈ ട്രെറ്റിനോൺ യൂസ് ചെയ്യുന്നതായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു അവയർനെസ് വീഡിയോ പോലെ ചെയ്യണമെന്നായിരുന്നു. ആക്ച്വലി ഞാൻ ഈ ട്രെറ്റിനോൺ യൂസ് ചെയ്തിട്ടില്ല, വാങ്ങിയിട്ടില്ല. പക്ഷേ ഒരുപാട് പേര് ഇത് വാങ്ങുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞതിന്റെ ബേസിലാണ് ഇന്നൊരു വീഡിയോ ഇതിനെപ്പറ്റി ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾ ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇന്റേണൽ ഓർഗൻസിന് ഒരുപാട് ഹാർംഫുൾ ആകുന്ന സംഭവമാണ് നമ്മൾ ട്രെറ്റിനോൺ എന്ന് പറയുന്ന സംഭവത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ആവശ്യമില്ലാണ്ട് യൂസ് ചെയ്യുന്നത് അവർക്ക് അവരുടെ ഓർഗൻസിന് ഡാമേജ് ഉണ്ടാക്കും. അത് അറിയാതെയാണ് ഒരുവിധം എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മളോട് ഷെയർ ചെയ്തൊന്ന് കൊടുക്കുക. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ. നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.